പൂലാവ് പുന്നാര കിലോ 55-65 വാവ സഹായ വില. ഞങ്ങളുടെ നഷ്ടം നിങ്ങളുടെ ലാഭം. കിട്ടണ കാശ് കൂടെ ചവച്ചു തുപ്പണ്ട് കടവാക്കി വിളിതള്ളേ. ഓ ഓടിവാ നല്ല പേടിക്കല മീൻ വാങ്ങിക്കോ. ഓടിവാ ഇടപ്പടുപ്പിക്കണ. നാട്ടുകാരെന്നോ ഗൾഫുകാരെന്നോ നോക്കാനോ എല്ലാവർക്കും ന്യായമായ വില. നീ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ വിളിച്ചു പോകുന്നത്? പെറ്റ തള്ളയാണ് ഞാൻ നോക്കത്തില്ലേ കേട്ടാ. വേഗം വിറ്റീർക്കാൻ നോക്കി. ടാക്കീസിൽ പുതിയ തെലുങ്ക് ടപ്പിംഗ് പടം വന്നിരിക്കുകയാണ്. എങ്ങനെ നീയാ ഞാനാവും അപ്പൻ അരസാംഗം അതെനിക്ക് നിനക്ക് കിട്ടുന്ന കാശ് മുഴുവൻ സിനിമ ടാക്സിൽ കൊണ്ട് കളയാനാ. പിന്നെ നിങ്ങളുടെ ഉപ്പുപ്പാന്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കണം. ഞാൻ അധ്വാനിക്കുന്ന കാശ് എന്റെ ഇഷ്ടം പോലെ ചെയ്യും. എന്നാ ഞാൻ അധ്വാനിക്കുന്ന കാശ് എന്റെ ഇഷ്ടം പോലെ ചവിച്ചു ഉപ്പണ്ട നിങ്ങൾ വിഴുങ്ങിക്കോ. തിന്നിങ്ങലെ തള്ളേ ചാരായ തള്ളേ. അതെന്റെ ഇഷ്ടം. ആഹാ ഇത് ആരാണ് കർത്താവേ? വരണം കൊച്ചു വക്കീല. വക്കീലായിട്ടില്ല, പരീക്ഷ കഴിഞ്ഞിട്ടേ ഉള്ളൂ. എന്നായാലും ആവുമല്ല. പിന്നെ ഞങ്ങൾ തമ്മിൽ ആഴ്ചയിൽ 300 പ്രാവശ്യം സിനിമ ടാക്കീസ് വെച്ച് കാണും കേട്ടാ. അടുത്ത ആഴ്ച ബുള്ളറ്റ് റാണിയുടെ പടം ഓപ്പറേറ്റർ വേലായുധം പറഞ്ഞു പുതിയ കാപ്പി സെക്സ്. എന്റെ കർത്താവേ ഇവന്റെ ഒരു സിനിമ. എന്റെ കർത്താവേ ഇന്നത്തെ ദിവസം പോക്കാണ് കേട്ടാ. ആ കാലമാടം കേസുകാർ പറഞ്ഞിട്ടുണ്ട് 65 രൂപ. സ്വർണത്തിന്റെ വിലയല്ലേ ചോദിച്ചത്. വായിലെ വെള്ളം വറ്റണവരെ വില വേശി അവസാനം മീൻ മാങ്ങാണ്ട് വീട്ടിലാട്ട് പോകും. അതിന് ഞാൻ ഇന്നൊരു പണി ഒപ്പിച്ചുതരാം. ഞങ്ങൾ അങ്ങോട്ട് മാറിക്കാം. പട്ടി റൊട്ടി കടിച്ച മാതിരി ഒരു മോന്ത കണ്ടിട്ടുണ്ടോ അമ്മ? എന്നാ നോയിക്കോളി. വാവാ കേശുനാരെ നല്ല വറ്റി കാളാഞ്ചിണ്ട് പിടക്കിനത്. പിടക്കുന്ന മീനാണോ അതോ കുഞ്ഞല്ലാമേ? എന്റെ പിടക്കിന പ്രായം എന്താ കണ്ടിരുന്നതല്ലേ? എന്നാ എനിക്ക് ഭാര്യമാര് 4 എങ്കിലെന്റെ അപ്പച്ചന്റെ രക്ഷപ്പെട്ടേനെ. വില പറ. വറ്റ 50 രൂപ, കാളാഞ്ചി 60 രൂപ. ഈശ്വര, യുദ്ധകാലത്ത് പോലും ഇത്ര വില ഉണ്ടായിരുന്നില്ലല്ലോ. ഒറ്റയും കാളാഞ്ചി വേണം ഇപ്പത്തിന് പോണേ. ശരിക്കുള്ള വില പറ. വില എന്റെ അമ്മച്ചി പറഞ്ഞതിനപ്പുറം ഒരു പൈസ കുറയില്ല. ഇത് 8 വീട്ടുകാർക്ക് വേണ്ടിയാ. 8 വീട്ടിലല്ല 10 വീട്ടിലായാലും വില കുറയൂല. അവര് വിചാരിച്ച നിന്റെ കച്ചവടം പൂട്ടിക്കും. എന്നിട്ട് അവന്മാര് മീൻ കച്ചവടം തുടങ്ങുക. ഓടെ പെരട്ടതായരെ പെരട്ടതായതിന്റെ തന്റെ തന്തയ്ക്ക് തന്തയ്ക്ക് വിളിക്കില്ല. നിങ്ങളുടെ തന്തയ്ക്ക് പറഞ്ഞില്ലല്ലോ. അവന്റെ എന്തൊക്കെയല്ലേ പറഞ്ഞു? അവന്റെ തന്ത ആരെന്ന വിചാരം? എന്റെ കെട്ടോനാണോ? നിങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ടല്ലോ. അതെന്ത് ബന്ധം? അസംബന്ധം. എന്താ ചേട്ടാ ഇത്? എന്ന് പറഞ്ഞാണ് ഞാൻ നിന്റെ ചേട്ടനായത്. അതെ വിവരമില്ലാത്തവനൊക്കെ ചേട്ടാന്ന് വിളിച്ചാൽ വലിയ ഇഷ്ടമുള്ള കാര്യം. വില പറ. കിലോ 60 രൂപ. കുറയില്ല. പിന്നെ ഉപ്പ് കണ്ടം കാര്യം നക്കാപ്പിച്ച കണക്കൊന്നും പറയാറില്ല. 60 രൂപ വെച്ച് 10 കിലോ എടുത്തോ. 70 രൂപ വെച്ച് 10 കിലോ. 80 രൂപ വെച്ചെടുത്തോ. 90 രൂപ വെച്ചെടുത്തോ. 100 രൂപ വെച്ചെടുത്തോ. 110 രൂപ. എന്നാലേ അങ്ങ് കൊടുത്തേ. ആദ്യം കാശെടുത്ത വേഗണ്ട. ഉപ്പ് കണ്ടത്തിലെ ഊപ്പ പിള്ളേര് 8 വീട്ടുകാരോട് കളിച്ച് ജയിക്കാമെന്ന് വിചാരിക്കണ്ട. അപ്പോഴേ കുഞ്ഞിശോ, ഉപ്പ് കണ്ടങ്ങാർക്ക് വേണ്ടി സ്പെഷ്യലായി മാറ്റി വെച്ചിരിക്കുന്ന ഐസ് ഇടാത്ത മീനിങ് എടുത്തോ. തരാവല്ലേ. അതാ സ്പെഷ്യൽ. എത്രയായി? കാശൊന്നും വേണ്ട. ഉപ്പ് കണ്ടക്കാരുടെ കാശ് അത് പറ്റില്ല. ബിസിനസ് വേറെ, ഫ്രണ്ട്ഷിപ്പ് വേറെ. വേണ്ട. അത് പറ്റില്ല.